ഈ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചേ. അതായത് ഭയങ്കര വലിയൊരു കൊടുങ്കാറ്റ് ഉണ്ടാവണേ. അതിൻ്റെ കൂടെ മഴയും വെള്ളപ്പൊക്കമൊക്കെ. നിങ്ങളുടെ വീടിനടുത്താണെങ്കിൽ ഒരു ലേക്കുണ്ട്. ഈ ലേക്കിനകത്ത് നിന്ന് കുറേ മുതലെല്ലാം കൂടെ ഒഴുകി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? അതാണ് ഈ സിനിമ. സിനിമയുടെ പേര് ക്രോൾ എന്നാണ്. പ്രൈമിനകത്തുണ്ട്. അപ്പോൾ മറക്കാതിരിക്കാൻ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ട് ഫ്രീ ആയിട്ട് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. ഈ ചീങ്കണ്ണി മുതല പരിപാടികളൊക്കെ ഇഷ്ടമാണെങ്കിൽ വർക്കാവുന്ന ഒരു പടമാണ്. ഈ സിനിമയിലെ നായികയുടെ പേര് ഹെയ്ലി എന്നാണ്. ഹെയ്ലി ആണെങ്കിൽ ഈ നീന്തൽ കോമ്പറ്റീഷനിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കുന്ന ഒരാളാണ്. ആ സമയത്ത് ഫ്ലോറിഡയിൽ ഭയങ്കര വലിയൊരു കൊടുങ്കാറ്റിൻ്റെ അലേർട്ട് വന്നിട്ട് ഗവൺമെൻറ് ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഒഴിപ്പിച്ചു തുടങ്ങും. ഇവരുടെ അച്ഛനെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ട് ഹെയ്ലി ആണെങ്കിൽ ലേക്ക് സൈഡിലുള്ള ഇവരുടെ ഒരു വീട്ടിൽ അച്ഛനെ തിരക്കിപ്പോവും. അവിടെ ചെല്ലുമ്പോൾ അയാളെ കാണത്തില്ല. എന്നിട്ട് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നോക്കുമ്പോൾ അയാളെ കിട്ടും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രെയിനേജ് പൈപ്പിലൂടെ ഈ അണ്ടർഗ്രൗണ്ടിൽ മുതൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് ഒരെണ്ണമൊന്നുമല്ല. അങ്ങനെ അവസാനം ഈ ഹെയ്ലിയും അച്ഛനും കൂട്ടിന് മുതലുകളും ഇതിനടിയിൽ സ്റ്റക്കാവുന്നതാണ് സിനിമയുടെ തുടക്കം. അതിനുശേഷം ഈ മുതലുകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന പരിപാടികളും ഒക്കെയാണ് ഈ സിനിമയെ കാണിക്കുന്നത്. ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളതും ടെൻഷൻ അടിക്കുന്ന കുറേ സീൻസ് ഉണ്ട്. നമ്മൾ ഈ മുതലപ്പടങ്ങളൊക്കെ കാണുമ്പോൾ അതുപോലെ ഭയങ്കര ഹുക്കാണ്. നമുക്കിങ്ങനെ സ്കിപ്പ് ചെയ്യാനേ തോന്നത്തില്ല. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ നോക്കുക. കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. ബൈ ബൈ ബൈ.